നമസ്കാരം, പിക്നിക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മാംഗോ പിക്കിളിന്റെ സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഗുജറാത്തിലെ ഒരു സ്പെഷ്യൽ പിക്കിളാണ്. ഇത് ജാമിൻ്റെ സ്ട്രക്ചറാണ്. എൻ്റെ പേര് ചുണ്ട എന്നാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് പഞ്ചസാരയൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഇത് റൊട്ടിയുടെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും അടിപൊളിയാണ് കഴിക്കാൻ. അപ്പം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ചുണ്ട പ്രിപ്പയർ ചെയ്യാനായിട്ട് നല്ല വിളഞ്ഞ 1 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. 1 കിലോ പഞ്ചസാരയോടൊപ്പം 3 പീസ് ഏലക്കായ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, ജീരകപ്പൊടി 1 ടേബിൾ സ്പൂൺ, ടെർമറിക് പൗഡർ 1 ടീസ്പൂൺ, 2 പിഞ്ച് ഗരം മസാല, ബ്ലാക്ക് സോൾട്ട് 2 പിഞ്ച് വേണം. ഇനി നമുക്ക് ഈ ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ മാങ്ങ നന്നായിട്ട് ചെത്തിയെടുക്കാം. ഞാൻ ഈ മാങ്ങ ഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അത്യാവശ്യം വലിയ ഹോളുള്ള ഒരു ഗ്രേറ്ററിൽ വെച്ചാണ് ഇത് ഗ്രേറ്റ് ചെയ്യാനായിട്ട്. ഗ്രേറ്റ് ചെയ്ത മാങ്ങ ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കിലോ പഞ്ചസാര, 1 കിലോ മാങ്ങയ്ക്ക് കറക്റ്റ് 1 കിലോ പഞ്ചസാര തന്നെ വേണം. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ബിസിനസ് എന്ന നിലയിൽ ചിന്തിക്കുന്നവർക്ക് വേണ്ടി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് എങ്ങനെയാണ് ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കാമെന്ന്, രജിസ്ട്രേഷൻ നമ്പറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇത് എങ്ങനെ നമുക്ക് സെല് ചെയ്യാമെന്നാണ്. അതായത് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അല്ലാതെ നമുക്കിത് ഫേസ്ബുക്ക് വഴി സെല് ചെയ്യാം. അപ്പോൾ ഫേസ്ബുക്കിൽ നമുക്ക് സെല് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പേജ് വേണം. അപ്പോൾ നിങ്ങളുടെ ഓൾറെഡി ഉള്ള പേജിൽ നിങ്ങൾക്ക് പോസ്റ്റ് അപ്ലോഡ് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ പിക്ചേഴ്സൊക്കെ കൊടുത്ത് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ പിക്ചേഴ്സൊക്കെ കൊടുക്കാം. നമ്മൾ ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിനെ ബൂസ്റ്റ് ചെയ്യണം. പെയ്ഡ് പ്രൊമോഷൻ വഴിയാണ് നമ്മളിത് ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആഡ് കൊടുക്കുകയാണ്. ഒരു ദിവസത്തേക്ക് 50 രൂപയോ 100 രൂപയോ വെച്ച് നമുക്കിതിനെ ആഡ് കൊടുക്കാം. അതൊരു ലിമിറ്റിൽ വെച്ചാൽ മതി. അപ്പോൾ ഒരു 5-10 ദിവസത്തേക്ക് നമുക്ക് അങ്ങനെ കൊടുക്കാം. അതായത് നമ്മൾ ഈ ഒരു ആഡ് ഒരു സ്പെസിഫിക് സ്ഥലത്ത് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഓൾ കേരള, ഓൾ ഇന്ത്യ, നിങ്ങൾക്ക് മുംബൈ ആണെങ്കിൽ മുംബൈയിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ആഡ് കൊടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഓർഡർ വരുന്നതെന്നല്ലേ, അതിന് നമ്മൾ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് നമ്മൾ ബിസിനസ് അക്കൗണ്ടിലേക്ക് മാറ്റുക. അതിനുശേഷം ഈ ഒരു നമ്പർ നമുക്ക് ലിങ്ക് ചെയ്ത് കൊടുത്താൽ മതി. ഫേസ്ബുക്കുമായിട്ട് ലിങ്ക് ചെയ്താൽ ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിൻ്റെ വാട്സപ്പ് ബിസിനസ് ഐ ഡിയുടെ നമ്പറിലേക്ക് അവർ മെസ്സേജ് അയക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഓർഡറിനാണെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ നമ്പർ കൊടുത്താൽ മതി. അവർ നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സെല് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ജീരകപ്പൊടിയും ഗരം മസാല ഇട്ട് കൊടുക്കണം. അതോടൊപ്പം 1 പിഞ്ച് ബ്ലാക്ക് സോൾട്ട് കൂടി. ഇതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ഒരു ഏലക്കയാണ്. അപ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ ഇവിടെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വറ്റിക്കുക. കുറച്ച് വെള്ളത്തിലേക്ക് ഇതിൻ്റെ ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല ബോളായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചുണ്ട റെഡി ആയി എന്നാണ് അർത്ഥം. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ 3 മുതൽ 4 മാസം വരെ ഒരു കേടും കൂടാതെ ഇരുന്നോളും. നമ്മുടെ ഈ ഒരു അച്ചാറിൻ്റെ സീരീസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനോടൊപ്പം മറ്റ് വീഡിയോസും വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.